തീവ്രവാദികളെ വിരിയിക്കുന്ന 9 കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം തകർത്തത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ 4 തീവ്രവാദ കേന്ദ്രങ്ങളിലും പാക് അധിനിവേശ കശ്മീരിലെ 5 ലക്ഷ്യസ്ഥാനങ്ങളിലുമാണ് ഇന്ത്യൻ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയത്. ഈ പ്രദേശങ്ങൾ തെരഞ്ഞെടുത്തതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. പാകിസ്ഥാൻ സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസി ISI നേരിട്ട് പിന്തുണയും അഭയവും നൽകുന്ന ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ-ഇ-മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ തീവ്രവാദ സംഘടനകളുടെ പരിശീലന ക്യാമ്പുകൾ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ആയുധ പരിശീലനം, തീവ്രവാദികളുടെ റിക്രൂട്ട്മെന്റ്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സാങ്കേതിക സഹായം തുടങ്ങിയ കാര്യങ്ങളും ഈ മേഖലകളിലാണ് നടക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ കൃത്യമായ ഇടപെടലാണ് ഈ സ്ഥലങ്ങൾ കണ്ടെത്തിയത്. ഡോവലിന്റെ സൂപ്പർ കോപ്പ് മികവ് തന്നെയാണ് എല്ലാം ശുഭകരമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് നൽകിയ പൂർണ്ണ അധികാരം അവരും കൃത്യതയോടെ നിർവഹിച്ചു. ആക്രമണത്തിന് വേണ്ടി ആയുധങ്ങളടക്കം കൃത്യമായി തന്നെ ഇന്ത്യ തിരഞ്ഞെടുത്തു. ദീർഘദൂര മിസൈലുകളൊന്നും തന്നെ ഇന്ത്യ ഇതിനുവേണ്ടി പുറത്തെടുത്തില്ല. പകരം കൃത്യസ്ഥലത്തെ ലക്ഷ്യമാക്കി ഇടത്തരം മിസൈലുകളുടെ പ്രയോഗം. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ തീഗോളമാക്കിയ ദൌത്യത്തിന് സൈന്യം ഉപയോഗിച്ചത് കാൾ ക്രൂസ് മിസൈലുകളും ഹാമർ പ്രിസിഷൻ ബോംബുകളുമാണ്. ഇവ ഘടിപ്പിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ റഫാൽ യുദ്ധവിമാനത്തിലും. അതീവ പ്രഹരശേഷിയുള്ള വിദേശ നിർമ്മിത ബോംബുകളും മിസൈലുകളും പാകിസ്ഥാനെ കരയിച്ചു. സ്കാൽപ് അഥവാ സ്റ്റോം ഷാഡോ മിസൈലുകൾ ഇന്ത്യയുടെ കരുത്ത് കൂട്ടിയിട്ടുണ്ട്. ഇതുതന്നെയാണ് പാകിസ്ഥാൻ തീവ്രവാദ കേന്ദ്രങ്ങളെ തകർത്തത്.